इधर एक स्टिक आऊँगा ब्लैक कलर में, ये इधर कंटिन्यू हो, तो ये कलर है इधर इधर ആരി വർക്കിലേക്ക് ഞാൻ വരാനുണ്ടാകുന്ന സാഹചര്യം എന്ന് പറയുന്നത് ബീഡ്സ് എന്ന് പറയുന്ന മീഡിയം തന്നെയാണ്. ശരിക്കും ഞാൻ ബീഡ്സ് ഒട്ടിച്ചാണ് തുടങ്ങുന്നത്. എനിക്ക് തന്നെ വഴക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ടെക്നിക്കായിട്ടാണ് എനിക്ക് ഈ ആരി വർക്കിൻ്റെ ടെക്നിക്കായാലും അതേപോലെ ജർദോസി എന്ന് പറഞ്ഞിട്ട് ഇത്തിരി കൂടെ റിലീഫ് പോലുള്ള ഒരു എംബ്രോയ്ഡറി മെത്തേഡാണിത്. അങ്ങനെയുള്ള പല ടെക്നിക്കുകളും വളരെ ക്ലോസ് ആയിട്ട് എനിക്ക് വാച്ച് ചെയ്യാനും അതിനെ കുറച്ചുകൂടെ എനിക്ക് തോന്നുന്ന രീതിയിൽ ഉപയോഗിക്കാനും വഴക്കിയെടുക്കാനും പറ്റും എന്നുള്ള ഒരു ധാരണയിലാണ് അങ്ങനെയുള്ള ഒരു ട്രഡീഷണൽ ടെക്നിക്കുകളും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മീഡിയങ്ങളും കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുള്ളത്. इधर डालने के बाद ऑरेंज में आउटलाइन, ये ऑरेंज में आउटलाइन करो. ഇവിടെ ഭയങ്കര ലോക്കൽ മാർക്കറ്റുകളിൽ ആൾക്കാരിരുന്ന് ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ബ്ലൗസുകളിൽ നിത്യേന ഉപയോഗിക്കുന്ന ഡ്രസ്സുകളിലൊക്കെ ഡിസൈൻ ചെയ്യുന്ന ഒരു രീതി, അതിനെ അങ്ങനെയാണ് പറയുന്നത്, ആരി വർക്ക് തന്നെയാണ് പറയുന്നത്. ഈ സ്റ്റിക്ക് ചെയ്യുന്നതിലും ആരി വർക്ക് ചെയ്യുന്നതിലും രണ്ടിലും രണ്ട് ഡിഫറെൻറ്റ് ടെക്നിക്ക് പോലെ തന്നെ രണ്ടും മാറി നിൽക്കുന്ന സംഗതിയാണ്. ഒന്ന് വളരെ പരന്ന പ്രതലത്തിൽ ഒട്ടിക്കുകയും ഈ ആരി ടെക്നിക്ക് എന്ന് പറയുന്നത് ത്രെഡിൽ കോർത്തുകൊണ്ടുള്ള പരിപാടിയാണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് ബീഡ്സിൻ്റെ അതേ കളറിൽ തന്നെ നമുക്ക് കണ്ണുകൾക്ക് കാണാൻ പറ്റുന്ന രീതിയിലാണ് ആരി വർക്കിൻ്റെ ഒരു മെത്തേഡ്. നേരെ മറിച്ച് നമ്മൾ സ്റ്റിക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഇതിനൊക്കെ ബ്രേക്ക് ചെയ്യുന്ന ഒരു രീതിയാണ്. അത് നമുക്ക് ഭയങ്കര ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ക്യാൻവാസിൽ നമ്മൾ അടിച്ച കളറുകൾ തന്നെ തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്യാനൊക്കെ ഈ സ്റ്റിക്കിങ് മെത്തേഡ് ഉപയോഗിക്കുമ്പോൾ വളരെ ഒപ്പാക്കായിട്ടുള്ള ഭയങ്കര ഡിസൈൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ചില പാച്ചുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് കുറച്ചുകൂടെ നന്നായിട്ട് തോന്നിയിട്ടുള്ളത് ആരി വർക്കിൻ്റെ ടെക്നിക്കാണ്. വർക്ക് എന്താണോ തേടിക്കൊണ്ടിരിക്കുന്നത് ആ സമയത്ത് ആ വർക്കിന് ആവശ്യമായിട്ടുള്ള ടെക്നിക്കാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നോക്കുമ്പോൾ ആരി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വർക്കിംഗ് മെത്തേഡാണ് എൻ്റെ വളരെ റീസെൻ്റായിട്ട് വന്ന ലാൻഡ്സ്കേപ്പുകളിലും പാച്ചുകളിലൊക്കെ.